എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന കേരളം കേട്ടിട്ട് 2 വർഷമാകുന്നു. പക്ഷേ കാഫിറിന്റെ കാരണഭൂതൻ ആരാണ് ഇന്നും കേരളത്തിന് അറിയില്ല. ആദ്യം പിടിച്ച പ്രതി മുഹമ്മദ് കാസിം പിന്നെ പരാതിക്കാരനായി മാറി. പിന്നെ കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. പിന്നെ കേട്ടത് കേസ് അവസാനിച്ചു എന്നാണ്. എന്താണ് ആ പരിശോധനാ ഫലം ആർക്കറിയാം? ഭരണം മാറി, ആഭ്യന്തരമന്ത്രി മാറി. പാറക്കൽ അബ്ദുള്ള ഒരു പരാതി കൊടുത്തു. SIT വന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ അറസ്റ്റ്. നേതാവ് ഡിവൈഎഫ്ഐക്കാരൻ ജിതിൻ ഭാസ്കർ. 15 മിനിറ്റിൽ 200 പേർക്കാണ് ആ കാഫിർ സ്ക്രീൻഷോട്ട് ജിതിൻ ഭാസ്കർ പങ്കുവച്ചത്. 4 വോട്ടിന് വേണ്ടി വടകരയെ വിഭജിക്കാൻ പരിശ്രമിച്ചത് ആരാണ്? ഷാഫി പറമ്പിൽ പറയുന്ന ഉന്നതൻ ആരാണ്? ഇന്നിതാ കോട്ട കെട്ടിക്കാക്കുമെന്ന് CPM പറയുന്നു. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? നമുക്കൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് സഹയാത്രികനായ രാജേഷ് ചുരപ്പാട് എന്നിവരാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. അതിഥികളിലേക്ക് ചർച്ചയിലേക്കും പോകുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ, അതായത് 2 വർഷം മുൻപ് ഇന്ന് രാജ്യസഭാ MP-യും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായ A റഹീം പറഞ്ഞ വാചകങ്ങളിലേക്ക്. ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ, പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ. പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്ന അയാളാണ്. ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ശ്രീ രാജേഷ് ചുരപ്പാട്, ഉത്തരവാദിത്വത്തോടുകൂടി കേരള സമൂഹത്തോട്, വടകരയോട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മാപ്പ് പറയുമോ? അല്ല, ഇതിൻ്റെ അകത്ത് അത് അന്നേരത്തെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മളത് കാണിച്ചത് കൊണ്ട് മാപ്പ് പറയുമോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് ഡിവൈഎഫ്ഐ ആണ് തീരുമാനിക്കുന്നത്, നമ്മൾ ആരുമല്ല. അത് ആ ഒരു സന്ദർഭത്തിൽ സഖാവ് A റഹീം പറഞ്ഞ ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് എന്താണ് പ്രസക്തി എന്നറിയില്ല. അദ്ദേഹം മാപ്പ് പറയുമോ ഇല്ലയോ എന്നുള്ളതും എന്നെ സംബന്ധിച്ച് അദ്ദേഹം മാപ്പ് പറയണ്ടേ? അല്ല, മാപ്പ് പറയുമോ ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മാപ്പ് പറയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു കാര്യമാണത്. അത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിനെ നേരിടുമെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ നേരിടേണ്ട ഇടങ്ങളിൽ നേരിടുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു തെളിവുകളിലേക്കോ അല്ലെങ്കിൽ ഒരു കുറ്റവാളികളായിട്ട് ശിക്ഷയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കാനുള്ള തെളിവുകൾ അന്ന് വന്നിരുന്നോ? ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത് എന്താണ്? അതാ ഞാൻ ചോദിക്കുന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഏതോ ഒരു ഉന്നതൻ ഇതിനകത്തുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അത് ഏതാ ഉന്നതം ഷാഫി പറമ്പിൽ വ്യക്തമാക്കട്ടെന്ന്. ഇവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവരോട് ഷാഫി പറമ്പിൽ പറയട്ടെ, അദ്ദേഹം പറയാൻ തയ്യാറാകട്ടെ. അല്ലാതെ ഇവിടെ ഇരുന്ന് പിന്നെ വെറുതെ ഇങ്ങനെ വായുവിൽ എന്തെങ്കിലും പിന്നെ ഒരു സൂചന നൽകുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ല, റഹീം പറഞ്ഞ പോലെ വായുവിൽ നിന്നല്ലാതെ നേരെ അങ്ങോട്ട് പൊളിറ്റിക്കൽ പോയിസൺ ആണ് എന്ന് ഒരു തെളിവും അല്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ പറഞ്ഞതല്ലോ. ഷാഫി പറമ്പിൽ എത്ര വർഷം MLA ആയിരുന്നു, MP ആയിരുന്നു, കേരളത്തിൽ എത്ര കാലമായി യുവജന സംഘടനയ്ക്കുടെ തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഷാഫി പറമ്പിൽ വർഗീയ പരാമർശം നടത്തിയതായി താങ്കൾക്ക് അറിവുണ്ടോ? അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കാൻ ഷാഫി പറമ്പിൽ വർഗീയമായിട്ടുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അതായത് നമ്മളൊരു ഞാൻ പറയട്ടെ, ആരും ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു വരട്ടെ. ഇത്രയും ദിവസമായി ഒരു വാക്ക് തെറ്റ് പറ്റിപ്പോയി മാപ്പ് പറയുന്നു. അത് ഇപ്പം പ്രസംഗമാണ്, രാഷ്ട്രീയ പ്രസംഗമാണ്, അത് വാചകം വന്നുപോയി എന്ന് അങ്ങനെയെങ്കിലും പറയണ്ടേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഡിവൈഎഫ്ഐ ആണ് തീരുമാനിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹമാണ് അതിനെ സംബന്ധിച്ചുള്ള നിലപാട് പറയേണ്ടത്, ഞാനല്ല. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനും ഞാൻ ആളല്ല.
അതുകൊണ്ട് അതാണ് പറയേണ്ടത്, അത് അദ്ദേഹമാണ് പറയേണ്ടത്, അല്ലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് പറയേണ്ടത്. പക്ഷേ ഷാഫി പറമ്പിൽ പറയേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉന്നതനുണ്ട്. ഏത് ഉന്നതനാണ്? അത് SIT-യോട് പറ, അല്ലെ സമൂഹത്തോട് പറ. ഷാഫി പറമ്പിൽ പറയണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു തരത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉപരിപ്ലവ പിന്നെ എന്താ പറയുക വാചോടാപങ്ങളിൽ അഭിനമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. എന്നെ സംബന്ധിച്ച് അത് എൻ്റെ നിരീക്ഷണമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് ആ സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണോ ശൈലജ ടീച്ചറെ വീട്ടിലിരുത്തിയതും ഷാഫിയെ ജയിപ്പിച്ചു വിട്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. അതിൻ്റെ അർത്ഥമല്ല ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത് പാർലമെന്റ് രംഗത്ത് കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും, കുറച്ച് വോട്ട് കിട്ടുന്നവർ തോൽക്കും. അത് അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? SIT-യോട് ഈ കാര്യം ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ചൂണ്ടി പറയുന്നുണ്ട്, ഇപ്പോൾ റഹീമിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. റഹീമിന് ഉത്തരവാദിത്തം അത് DYFI അല്ലേ പറയേണ്ടത്. DYFI അത് പറഞ്ഞോളും. അത് നിങ്ങളത് ബേജാറാകേണ്ട കാര്യമില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല. ഷാഫി പറമ്പിൽ നിങ്ങളുടേത് കാണിച്ചല്ലേ ഏതോ വലിയ ഉന്നതന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? DYFI അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ വർഗീയ സംഘർഷം നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇത് ചെയ്തെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല കേരളത്തിലുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? അത് അങ്ങനെ വരുതി തീർക്കാനുള്ള ശ്രമം മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി എതിർക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. തെറ്റ് ചെയ്യുന്നവരെ അന്വേഷണത്തിൻ്റെ വഴി നടക്കട്ടെ. തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ, അതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ ഒരു വ്യക്തി ഇത് ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, ഒരു സെക്യുലർ പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സെക്യുലർ പ്രസ്ഥാനത്തെ ഈ പറയുന്ന രീതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയതുകൊണ്ട് ആരെ തൃപ്തിപ്പെടുത്താനാണ്? ആരാണ് ഉന്നതൻ? ഷാഫി പറ. ധൈര്യമുണ്ടെങ്കിൽ SIT-യിൽ പറ, അല്ലെ പൊതുജനങ്ങളോട് പറ. അത് പറയട്ടെ. ഷാഫി പറയട്ടെ. അപ്പം DYFI പോലുള്ള ഒരു സെക്യുലർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, യുവജന പ്രസ്ഥാനത്തെ പിന്നെ ഭയങ്കരമായ വർഗീയമായിട്ടുള്ള ഗൂഢാലോചന നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? 10 വർഷം LDF ഗവൺമെന്റ് ഭരിച്ച് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷം ഇല്ലാതിരുന്ന ഒരു കേരളമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 10 വർഷത്തിന് മാത്രം സർട്ടിഫിക്കറ്റ്. അത് കേരളത്തിന്റെ മണ്ണ് അങ്ങനെ ആയിരുന്നു. മുമ്പ് പല കലാപങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. മുമ്പ് പലതരത്തിലുള്ള കലാപങ്ങളും ഒക്കെ ഇവിടെ നടന്നിട്ടുള്ള പാർട്ടിയുടെ മേന്മയാണോ കേരളത്തിന്റെ മതേതര മണ്ണിന്റെ മേന്മയാണോ? കേരളത്തിന്റെ മതേതര മണ്ണിന്റെ മേന്മയാ. ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമായി അഭേദ്യമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലം, പൊതുബോധം എന്ന് പറയുന്നത് ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. 2024 ഈ വടകരയിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നത് 2026 2 വർഷം കഴിഞ്ഞു. നമ്പർ വൺ എന്ന് ആവർത്തിച്ച് പറയുന്ന നിങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചു. പിണറായി വിജയനായിരുന്നു ആഭ്യന്തരമന്ത്രിയും. എന്തുകൊണ്ടാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാഞ്ഞത്? അതിന്റെ അന്വേഷണങ്ങൾ പല രീതിയിൽ നടന്നു. ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുതിയ സർക്കാരിന്റെ SIT-യും പുതിയ സർക്കാരും അവിടെ നിൽക്കട്ടെ. 2 വർഷമായാലും പുതിയ സർക്കാർ വന്നിട്ട് 1 മാസം, ജൂൺ 3-നാണ് SIT രൂപീകരിച്ചത്. അപ്പൊ അത് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. 1 മാസം പുതിയ സർക്കാർ, അതവിടെ 2 വർഷക്കൊല്ലം നിങ്ങളായിരുന്നില്ലേ ആഭ്യന്തര വകുപ്പ്? അതെ. എന്നിട്ട് എന്തുകൊണ്ടാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം, അതിന്റെ കാരണഭൂതം ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയത്? അല്ല, അതിനെ സംബന്ധിച്ച് അത് പോലീസുകാരാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അല്ലേ ആഭ്യന്തര വകുപ്പല്ല പറയേണ്ടത്, പോലീസുകാരാണ് പറയുന്നത്. ഈ പറയുന്ന പോലീസുകാർ തന്നെയാണ് അന്നും അന്വേഷിക്കുകയും SIT രൂപീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ UDF വന്നതുകൊണ്ട് പോലീസ് സിസ്റ്റങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോലീസ് ഉപയോഗിക്കപ്പെട്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് സമ്മതിച്ചില്ലെങ്കിൽ എനിക്കറിയില്ല. എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങനെ ഒരു വിഷയം അല്ല, ആദ്യം നമ്മളൊരു മുഹമ്മദ് കാസിമിനെ കേട്ടു. അദ്ദേഹം പ്രതിയായിരുന്നു, പിന്നീട് അദ്ദേഹം പരാതിക്കാരനായി. നിങ്ങൾ എന്ന് എന്റെ ഫോൺ പരിശോധിക്കൂ പ്ലീസ്, എന്റെ ഫോൺ ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നു പറഞ്ഞ് പോലീസിന്റെയും കോടതിയുടെയും മുന്നിലേക്ക് ഒരു പ്രതി ചേർത്ത ആള് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പ്രതിയല്ല എന്ന് കോടതിയിൽ പോലീസ് സമ്മതിക്കണം. അത് കഴിഞ്ഞ് DYFI നേതാവ് ഒരു റിബേഷിന്റെ പേര് കേട്ടു. എവിടെയാണ് റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. എവിടെയാണ് അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം? ആർക്കറിയാം? ഒരു വിവരവുമില്ല. പിന്നെ അല്ല, ആരും മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഈ പറഞ്ഞ കാഫിർ സ്ക്രീൻഷോട്ട് ഒരാളുടെ പേര് മുസ്ലിം ലീഗ്, ഒരു യൂത്ത് ലീഗുകാരൻ അല്ലേ, യൂത്ത് ലീഗുകാരന്റെ കാര്യം അല്ല എന്ന് കണ്ടെത്തുന്ന ആരാ? UDF ഗവൺമെന്റ് അല്ലാന്ന് കണ്ടെത്തിയത് ആ വ്യക്തി പോലീസിലേക്ക് നിങ്ങൾ പരിശോധിച്ചോളൂ പ്ലീസ്. അദ്ദേഹം പരാതി കൊടുത്തു. കേസ് നമ്പർ
411 അദ്ദേഹത്തിന്റെ പരാതി 410 കാഫിർ സ്ക്രീൻ ഷോട്ട്. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അദ്ദേഹമാണെന്ന് കേരള പോലീസ് അന്ന് അദ്ദേഹമാണെന്ന് കണ്ടെത്തുമല്ല. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആ ദിവസം മുഹമ്മദ് കാസിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പിന്നിൽ എന്ന് പറഞ്ഞ എത്രത്തോളം കാർഡുകൾ അത് ഓർക്കണം. ആ വടകര തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അതെ, ഇത് കണ്ടെത്തിയതാരാണ്? മുഹമ്മദ് കാസിം അല്ല, മറ്റു ഇടങ്ങളിലേക്ക് കേസുകൾ പോകണമെന്ന് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, ഈ പോലീസുകാരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അല്ലാതെ ഇത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് യു ഡി എഫ് ചെയ്യുന്ന എന്താ? ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരെയും DYFI നേതാക്കന്മാരെയും ആളുകളെയും വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസ്ഥാനത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ വെച്ചിട്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അല്ലാതെ ഇത് അന്വേഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെ, പോലീസിന് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാതിരിക്കണമെന്നുള്ള ആ വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. ഭീഷണിയാണോ? പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണോ? അന്വേഷിക്കുന്ന പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ജില്ലാ സെക്രട്ടറി? അതാ ഞാൻ പറഞ്ഞതേ, അന്വേഷിക്കുന്ന പോലീസിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്നറിയാമോ? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പറയുന്നതെല്ലാം കീഴടങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പൊരുതി മുന്നേറിയത് എങ്ങനെയാണ്? അപ്പോൾ DYFI അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളെയും പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടക്കുന്നതിനല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ബോധപൂർവം അവരെ വേട്ടയാടുന്നതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനെ പോലീസ് UDF ജൂൺ 3 SIT രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് വന്നു. ഇന്ന് എത്രയാ ദിവസം? ഇന്ന് ജൂൺ 20. അതിനുള്ള ആദ്യത്തെ അറസ്റ്റ് വന്നു. അപ്പോഴേക്ക് വേട്ടയാടലായോ? ഒരാളെ പിടിച്ചു. ആ ആള് 15 മിനിറ്റിൽ 200 പേർക്കാണ് ആ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫോൺ റീസെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് വിവരങ്ങൾ ഒന്നും അറിയില്ല. അല്ല, അത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. തിരുവനന്തപുരത്ത് അത്തരം അന്വേഷണങ്ങൾ നടന്നോട്ടെ. അതിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇന്ന് ബഹുജന റാലിയൊക്കെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഹുജന റാലി ആരെ പ്രതിരോധിക്കാനും ആരെ സംരക്ഷിക്കാനുമാണ്? അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അവിടെയാണ് ഷാഫി പറമ്പിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള ഷാഫി പറമ്പിൽ പറഞ്ഞെന്താണ്? ഒരു ഉന്നതനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതെന്താണ് പറഞ്ഞത്? സ്വാഭാവികമായും ഷാഫി പറമ്പിലിനെ സംശയിക്കാനുള്ള ഒരു അടിസ്ഥാനവുമില്ലേ? ഷാഫി പറമ്പിലെ പൊളിറ്റിക്കൽ വടകരയിൽ വന്ന് വലിയ വേദി കെട്ടിയിട്ട് പറയുകയാണ് റഹീം പൊളിറ്റിക്കൽ പോയിസൺ ആണ്. പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. ഈ നിമിഷം വരെ ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയ വിഷം എന്ന് വിളിച്ചതിന് റഹീം മാപ്പ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളതല്ലേ? അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളതാണ്. ഷാഫി പറമ്പിലും രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അദ്ദേഹം അവിടെ ജയിച്ചു. ഷാഫി ആരെങ്കിലും പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിച്ചോ? അതങ്ങനെയല്ലല്ലോ. നമ്മളതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒറ്റ ചോദ്യമുള്ളൂ ഇതിനകത്ത് ബോധപൂർവമായ ഇടപെടൽ നടത്തുകയും ഏതോ ഒരു ഉന്നതനുണ്ടെന്ന് പറഞ്ഞാൽ പോരെന്ന്. ഇതല്ലേ പ്രശ്നം. പറഞ്ഞാൽ പോരാ. SITക്ക് കൃത്യമായി തെളിവ് കൊടുക്കൂ. ജനങ്ങളോട് പറയൂ ഇന്നയാളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കൊടുക്കൂ. ഇത് കൊടുക്കാതെ രാഷ്ട്രീയമായി പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്. പക്ഷേ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നത് ആരും കുറ്റവാളികളായിട്ടൊന്നും ഇവിടെ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നതിനിപ്പോൾ ആരാ എതിര്? ഇതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പറഞ്ഞു തീർക്കാം. DYFI പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, മതനിരപേക്ഷ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പൊതുവെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ ഗൂഢാലോചന അധ്യക്ഷനാണ്. ആ അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ ഇരുന്ന് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ എന്ത് മതനിരപേക്ഷ നിലപാടാണ് അന്ന് വടകരയിലെ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തത്? അത് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് തീർത്തില്ലായിരുന്നു, അതിന് മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ നടത്തുന്ന നിരുത്തരവാദമായ കാര്യങ്ങൾ, രാഷ്ട്രീയ ഗൂഢാലോചനകൾ, ഇതെല്ലാം ചെറുക്കണം. ഇതിനൊക്കെ രാഷ്ട്രീയമായിട്ട് തന്നെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. രാഷ്ട്രീയമായിട്ട് ചെറുക്കുക, രാഷ്ട്രീയപരമായിട്ട് ഉൾപ്പെടുത്തും. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. അപ്പോൾ അതിനുശേഷം ഷാഫി പറമ്പിൽ വടകര MP-യുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, അതൊന്ന് കേൾക്കാം. ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFന്റെ കൺവീനർ വരെയുള്ള അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിന്റെ പുറകെ ഓടുകയാണ്. ഇത് നാടിന്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത്
പൊതുസമൂഹം ഡിറ്റക്ട് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിന്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇപ്പം നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ഒരു SIT വരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതായി ഇപ്പോൾ ഈ കാഫർ സ്ക്രീൻഷോട്ടിലും ഒരു SIT വരുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയമായ ഒരു ഗിവ് ആൻഡ് ടേക്കിന് ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതിലപ്പുറം അന്ന് വടകരയിലെ ജനങ്ങൾ ബോധ്യത്തോടെ ഈ വിഭജന ശ്രമത്തെ പരാജയപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ആര്യം നോക്കൂ, ഇബിലീസിന്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്. എന്തിനാ പണിത്തിരക്ക്? മാനവ സ്നേഹം തകർത്തിടാനായി സൈത്താൻ പണിയെടുക്കുന്നു എന്നായിരുന്നല്ലോ CPM പാടി നടന്നത് ആ സമയത്ത്. അപ്പൊ ആ സൈത്താൻ ആരാണ് എന്നറിയുമ്പോൾ എന്തിനാണ് രാജേഷിനും CPM-നും ഒക്കെ ഇത്രയ്ക്ക് അങ്ങ് വിരളി പിടിക്കുന്നത്? ആ സൈത്താന്റെ ഒന്നാമത്തെ പേര് അത് A റഹീം എന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഏതാണ് ആ ഉന്നതൻ എന്ന് പറയാൻ ഞാൻ വ്യക്തമായി പറയുന്നത്, അങ്ങോട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. A റഹീം എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നാമൻ എന്ന് DYFI തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന, കൊട്ടിഘോഷിക്കുന്ന, DYFI സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവായ, രാജ്യസഭയിലെ MP ആയ, CPM-ന്റെ മുഖമായ ഒരു നേതാവ്, അദ്ദേഹം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രചരണം ഏറ്റെടുത്ത് അതിന് കേരളമാകെ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രചരണം ഏറ്റെടുക്കുന്നു. എന്തായിരുന്നു ആ പ്രചരണം? അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കുന്നതായിരുന്നു. എന്താ അതിന്റെ ബേസ്? അതിന്റെ ബേസിക് കാഫർ സ്ക്രീൻഷോട്ടാണ്. ഇന്ന് ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുമ്പോൾ, അയ്യോ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത, പൊളിറ്റിക്കൽ എത്തിക്നെസ് അത് ആർക്കുണ്ടാവണം? ഈ പറയുന്ന A റഹീമിനുണ്ടാവണം. എന്നിട്ട് വേണം സാർ രാജേഷ് അങ്ങ് അടക്കമുള്ളവർ ഇടതുപക്ഷ നിരപേക്ഷതയുടെ ഉന്നമനത്തെ പറ്റി പ്രസംഗിക്കാൻ. നോക്കൂ, ഈ വിഷയത്തിന്റെ നാൾ വഴി ഞാൻ പെട്ടെന്ന് പറയാം. 2024 ഏപ്രിൽ 25 3 മണി അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മനീഷ് എന്ന് പറയുന്ന പേജിന്റെ അഡ്മിനാണ്. 2024 ഏപ്രിൽ 25 2:30 റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് വരുന്നു. അമൽറാം എന്ന് പറയുന്നത് നിങ്ങളുടെ DYFI നേതാവാണ് പോസ്റ്റ് ചെയ്തത്. 2024 ഏപ്രിൽ 25 തന്നെ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു. പോസ്റ്റ് ചെയ്ത ആളുടെ പേര് റിബേഷ്, DYFI നേതാവാണ്. രണ്ടാമത് പോരാളി ഷാജി FB പേജിൽ അത് വരുന്നുണ്ട്. പോസ്റ്റ് ചെയ്തത് അഡ്മിൻ അബ്ബാസ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ, അതായത് A റഹീമും നിങ്ങളുടെ PK ശ്രീമതിയും നിങ്ങളുടെ പ്രധാനപ്പെട്ട അവിടെ നിന്നുള്ള എല്ലാ നേതാക്കളും ഏറ്റുപാടി നടന്നത് ഇതാ കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗവും അതുമായി ബന്ധപ്പെട്ട ഒരു മുതലെടുക്കാനുള്ള, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം UDF-ഉം അന്നത്തെ ഞങ്ങളുടെ ക്യാമ്പും നടത്തി എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? 1. 2, റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരായി, സാർ ഇത് നമ്മൾ ഈ ചുമ്മാ വഴിയിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്ന പോലെയല്ല, ഇത് സ്വാഭാവികമായും ഈ പറയുന്ന CDR അടക്കം എടുത്തുകൊണ്ട് ശാസ്ത്രീയമായി തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്. അല്ലാത്ത പക്ഷം IT ആക്ടിന്റെ ഒരു പരിധിയിലും ഈ കേസ് നിൽക്കില്ല. അത് തള്ളിപ്പോകുന്നുള്ള സാമാന്യ വിവരമൊക്കെ ഉള്ളവരാണ് SIT. അത് 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെ അങ്ങ് മണ്ടന്മാരായി പോയി എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. അവർക്ക് കൃത്യമായി തെളിവുള്ളത് കൊണ്ടാണ്, ശാസ്ത്രീയ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അവർ ആ കേസുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ റിബേഷിനെ പ്രതി ചേർക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളെ പുറത്താക്കിയിട്ടെങ്കിലും നിങ്ങൾ ഈ ന്യായം പറയണ്ടേ? നിങ്ങൾ ഈ വലിയ വായിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വരണ്ടേ? അയാളെ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, അറിയാം, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് നടത്തിയ കൊലവിളി പ്രസംഗം കേട്ടില്ലേ പോലീസിനോട്? നിങ്ങൾ ഞങ്ങളുടെ നേരെ കൈകടത്താൻ വന്നവരാരും പെൻഷൻ കഴിഞ്ഞതിന് ശേഷം മര്യാദയ്ക്ക് പോയിട്ടില്ല, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, ആ കൈ ഞങ്ങൾ തല്ലി ഒടിക്കും എന്ന കണക്കിന് വർത്തമാനം പറയാൻ നാണമാവുന്നില്ലേ? ഉളുപ്പ് എന്ന് പറഞ്ഞൊരു ഭാഷയില്ലേ? ഞാൻ ഈ CPM-നെതിരായ എല്ലാ ചർച്ചയിലും നിർഭാഗ്യവശാൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ ഭാഷയാണ്. ഉളുപ്പുണ്ടോ എന്ന് പണ്ട് VS അച്യുതാനന്ദൻ ചോദിച്ചതുപോലെ ഇവരോട് അതാണ് ചോദിക്കേണ്ടി വരുന്നത്. ഒന്ന്, നിങ്ങൾ പിടിച്ചു, നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങളുടെ പുറംപൂച്ച് വെളിയിൽ വന്നു, കക്കാൻ കയറിയ കള്ളനെ കൈയോടെ നാട്ടുകാർ പിടിച്ച് വാഴയിലോ അപ്പുറത്തെ തെങ്ങിലോ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് കള്ളം പറയാണ്, ഞാൻ ഓട് പൊളിച്ചത് ഓടിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കി ലീക്കേജ് ശരിയാക്കാൻ വേണ്ടിയാണ് എന്ന് ന്യായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മാനം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? നോക്കൂ, ഇതിൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം ആരാണെങ്കിലും ഇനി റിബേഷിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നിരിക്കട്ടെ. ആദ്യം നമുക്ക് തൽക്കാലം റിബേഷിൽ മാത്രം ഈ വിഷയത്തെ ഒന്നൊന്ന് ഫ്രെയിം ചെയ്യാം. അങ്ങനെ റിബേഷിലാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ എത്ര വലിയ നീചമായ ചിന്തയാണ് ആ ബ്രെയിനിലൂടെ കടന്നുപോയത്? അങ്ങനെ ഒരു കാഫർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നൊരു വിവാദം ഉണ്ടാക്കുന്നു. അവിടെ എന്താണ് ഇവർ പറഞ്ഞത്? UDF
കാഫിറുകൾ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അതായത് മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ ഒരാൾ അപ്പുറത്ത് നിൽക്കുകയാണ്, ആര്? കെ ശൈലജ. ആ അമുസ്ലിമായ ആൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, അത് കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുമ്പോൾ ഒരു വർഗീയ കലാപത്തിന് പോലും സ്കോപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെയോ അഭിമാനത്തോടു കൂടിയൊക്കെ രാജേഷ് പറഞ്ഞു, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പാലക്കാട് ആ പാവപ്പെട്ടവരെ പേര് ചോദിച്ച് തല്ലിക്കൊന്ന RSS ഭീകരതയും കരോളിനെതിരെ ഉണ്ടായ ആക്രമണങ്ങളും ഒക്കെ എണ്ണി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അത് പോട്ടെ. ഇനി അദ്ദേഹത്തിൻ്റെ വാദം നമുക്ക് ചുമ്മാ അംഗീകരിച്ചേക്കാം, പാവം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ബുദ്ധികേന്ദ്രം, ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ബുദ്ധികേന്ദ്രം കേരളത്തിൻ്റെ മതേതര മണ്ണ്, പ്രത്യേകിച്ച് വടകരയിലെ മനുഷ്യർ അവർ സംയമനത്തോടുകൂടി പെരുമാറിയില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു വർഗീയ കലാപത്തിൻ്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു ഇല്ലേ? വടകര പോലെ മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമൊന്നുമില്ല, അവിടെ ഹിന്ദു ഭൂരിപക്ഷമുണ്ട്, ഹിന്ദു വോട്ടുകളുണ്ട്, മറ്റ് സമുദായങ്ങളുടെ വോട്ടുകളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വളരെ കരുതിക്കൂട്ടി വളരെ പ്ലാൻഡായി ഇങ്ങനൊരു പ്രചരണം ഇറക്കി വിടുകയാണ്. അവിടെ 2 സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വന്ന് AR റഹീം വന്ന് വിളിച്ചു പറയുമ്പോൾ നാളെ അത് ശരിയാണ് എന്ന് വിചാരിച്ച് UDF നേരെ അവിടെ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? രാജേഷ് പറയോ? പിണറായി വിജയൻ പറയോ? മറ്റാരെങ്കിലും പറയോ? നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിലും CPM അവസാന ഘട്ടത്തിൽ താങ്കളിലേക്ക് തിരിച്ചു വരാം. അന്ന് ഈ വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാം CPM-ന്റെ പല നേതാക്കളും ഈ സ്ക്രീൻഷോട്ട് ഇത് പങ്കുവച്ചിരുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു, അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി, അങ്ങനെ പലതും ചെയ്തു. അതിൽ ഒരാളാണ് KK ലതിക. ഈ വിഷയത്തിൽ പണ്ട് KK ലതിക പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾക്കാം. റിബേഷൻ എന്നല്ല, ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, നാദാപുരത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖലയിലും ഈ സമാധാനം നിലനിർത്തുന്നതിന് വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് CPM മാത്രമൊന്നുമല്ല, CPM-ഉം മറ്റു പാർട്ടികളും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ വർഗീയതയുടെ ഒരു അംശവും ഉണ്ടാവരുത് എന്നുള്ളത് ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രൂപത്തിലേക്കുള്ള വർഗീയതയും ഒരു രൂപത്തിലും ഒരാൾ പോലും പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവില്ല. അന്വേഷണം വരട്ടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. ശരി, വടകരയിലെ ജനങ്ങൾ വിവേകത്തോടെ വോട്ട് ചെയ്തു, അതുകൊണ്ട് ഷാഫി വിജയിച്ചു. ഈ വിഭജന ശ്രമത്തിലൊന്നും വടകരയിലെ ജനങ്ങൾ വീണില്ല, അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ KK ലതിക എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് റിബേഷോ അതല്ലെങ്കിൽ മറ്റ് CPM DYFI നേതാക്കളൊന്നും ഇതിന്റെ ഭാഗമല്ല എന്ന് അന്ന് പറഞ്ഞത്. ഇന്ന് നോക്കൂ, DYFI-യുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതുമാത്രമല്ല, അവരുടെ ജില്ലാ സെക്രട്ടറി ഇന്ന് റാലിയൊക്കെ നടത്തി വെല്ലുവിളിക്കുകയാണ്. പോലീസുകാർ വീട്ടിലേക്ക് പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പോകില്ല എന്ന്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നത്? ശ്രീ MN കാരശ്ശേരി, താങ്കൾക്ക് കേൾക്കാമോ? എന്നോടാണോ ചോദ്യം? അതെ അതെ. ഞാൻ കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കോ? താങ്കൾ KK ലതികയുടെ പ്രതികരണം ഞാൻ കേൾപ്പിച്ചത് കേട്ടിരുന്നോ? അത് കേട്ടു. ഞാൻ ഇപ്പം ഈ KK ലതിക പറഞ്ഞതുപോലെ അവർക്ക് ചോദ്യം ഞാൻ കേട്ടില്ല. മനസ്സിലായി. KK ലതിക ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് റിബേഷനോ അതല്ലെങ്കിൽ മറ്റ് CPM DYFI നേതാക്കൾക്കോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി അന്ന് 2 വർഷക്കാലം മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ നേതാക്കളിലേക്ക് എത്തുമ്പോൾ ഇന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി പൊതുമധ്യത്തിൽ വന്ന് പൊതുനിരത്തിൽ വന്ന് പോലീസുകാർ വീട്ടിലേക്ക് പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പോകില്ല എന്ന് വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ്? ആര്യ, തീർച്ചയായിട്ടും ഈ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ലോക്സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിയമസഭ, ആ 3 തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയിൽ നിന്നും നിർഭാഗ്യവശാൽ CPM ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ CPM-ന്റെ സെക്രട്ടറിയുടെ പ്രസ്താവന കാണിക്കുന്നത്. കാരണം ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ മുമ്പേ ഉള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക. CPM-ന്റെ ഗുണ്ടകൾ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ കാറിൻ്റെ പിറകിൽ മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. മുസ്ലിം തീവ്രവാദികളാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ട്.
അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് അവരുണ്ടാക്കൂല. അത് പരാജയപ്പെട്ടു. ശൈലജ ടീച്ചറെ വലിയ ഭൂരിപക്ഷത്തിന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചു. അത് കഴിഞ്ഞാണല്ലോ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ ശ്രീ രാമകൃഷ്ണന് വേണ്ടി ഇറങ്ങിയ ഒരു പ്രചാരവേല എന്താണ്? ഫാത്തിമ തഹ്ലിയ UDFന്റെ സ്ഥാനാർത്ഥി, അവർക്ക് വേണ്ടി കൗമിൻ്റെ കുട്ടി എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം ഇവരൊന്നും പഠിക്കുന്നില്ല, ഒന്നും തിരുത്തുന്നില്ല. നിയമവാഴ്ചയിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ മസിൽ പവർ കൊണ്ട് മാത്രമായിട്ട്, മണി പവർ കൊണ്ട് മാത്രമായിട്ട് കാര്യങ്ങൾ നടത്താം. ആലോചിച്ച് നോക്കൂ. ഇപ്പം ഈ അടുത്തല്ലേ, ആഴ്ചകളായിട്ടല്ലേ ഉള്ളൂ ED-ക്കാർ വീണ തൈക്കണ്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ അവരെ തടയുന്നു, കാറ് ആക്രമിക്കുന്നു, ആ വ്യക്തികളെ ആക്രമിക്കുന്നു, ഡ്രൈവറെ ആക്രമിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ജയിലില്ല. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാനുള്ളത് ED ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. അപ്പോൾ നിയമവാഴ്ചയിൽ വിശ്വാസമില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ടോ 4 കൊല്ലമായിട്ടോ ഇത്തരം കേസുകൾ അന്വേഷിക്കാം? ഒരു ഘട്ടം കഴിഞ്ഞ് അവിടെ നിൽക്കും. അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്ത് ഒരു KSRTC ഡ്രൈവർ അശ്ലീല മുദ്ര കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? അന്ന് അവിടെ മേയറായിട്ട് ഭരിക്കുന്ന ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി MLA ആയ അവരുടെ ഭർത്താവ് സജിൻ ദേവും. അവർക്കൊരു ഫോണിൽ വിളിച്ചാൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. ഇയാളെങ്ങനെ കാണിച്ചോ അല്ലേന്ന് എനിക്കറിയില്ല. ആ കാണിച്ചെങ്കിൽ അവർ ബസ് തടയുകയും അയാളെ കയറി തെറി പറയുന്നതിൻ്റെ കാര്യമില്ലല്ലോ. ഇവരൊരാൾ MLA ആണ്, ഒരാൾ മേയറാണ്. പിന്നെ ആര് വിളിച്ചാലും പോലീസ് വരണം. എന്നിട്ടോ അത് കേസായപ്പോൾ ആ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ എന്താണ് കാണിച്ചതെന്ന് തെളിയിക്കാനുള്ള CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ഇതാണ് നിയമവാഴ്ച. അപ്പോൾ അന്വേഷണമൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ CPM-നെതിരായിട്ട് വരുമ്പോൾ അതൊരു സ്ഥലത്ത് നിലച്ചു പോവും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ A റഹീം പറഞ്ഞതും ശ്രീമതി ലതിക പറഞ്ഞതും ഒക്കെ നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ് എന്ന് വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ കണ്ടോളാം എന്ന് CPM-ന്റെ ജില്ലാ നേതാവ് പറഞ്ഞത്. അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ്, ജനങ്ങളെ പുച്ഛിക്കലാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ പരാജയങ്ങളിൽ നിന്നൊന്നും അവരൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിക്കുകയില്ല. കാരണം ഈ ബലത്തിൻ്റെ ഭാഷ, ജനാധിപത്യത്തിൻ്റെ ഭാഷയല്ല അത്, നിയമവാഴ്ചയുടെ ഭാഷയല്ല അത്. ഇപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ED-ക്കാർ വരുമ്പോൾ വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ അവർ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് കുറച്ച് കുട്ടികളെ ജയിലിൽ അയക്കാം, രക്തസാക്ഷികളെ ഉണ്ടാക്കാം, അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്താം, അത് തട്ടിപ്പ് നടത്താം, പിന്നെ ചെങ്കൊടി പാറിച്ചിട്ട് ഇവരൊക്കെ ബലിദാനികളാണെന്ന് പറയാം. അങ്ങനെ വൈകാരികമായി കുറേ സംഗതികൾ ഉണ്ടാക്കാം. അതൊന്നും എവിടെ എത്തില്ല എന്ന് പല കാര്യങ്ങൾ തെളിഞ്ഞാണ്. പിന്നെ നിയമവാഴ്ചയിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ കോടതി കുറ്റവാളിയാണ് എന്ന് വിധിച്ച് ജയിലിലടച്ച ശ്രീ കുഞ്ഞനന്ദൻ ആ കാലത്ത് മരിക്കുമ്പോൾ ആ കോടതിക്ക് തെറ്റുപറ്റിയതാണ്, അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് മഹാത്മാവായിട്ട് അദ്ദേഹത്തെ കൊണ്ടാടി. അതാണല്ലോ നിയമവാഴ്ചയിലുള്ള വിശ്വാസം. അപ്പോൾ ഇവർക്ക് നിയമവാഴ്ചയിലോ ശരിക്കും ജനാധിപത്യത്തിലോ വാസ്തവമായ വിശ്വാസമില്ല. അതിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞു എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അവർ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ ചർച്ചയിലേക്ക് മധ്യത്തിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയെടുത്ത് ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ഇന്ന് ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. ഭരണം മാറിയപ്പോ പഴയ കേസുകൾ ചികഞ്ഞെടുത്ത് പ്രതികാരം ചെയ്യാനും രാഷ്ട്രീയമായി അമർച്ച ചെയ്യാനുമുള്ള ധാരണയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. കോൺഗ്രസിന്റെ ഒരു സംസ്കാരം, കോൺഗ്രസിന്റെ കാലാകാലങ്ങളായി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ പോലീസിന്റെ തണലിൽ വളർന്ന പാർട്ടിയല്ല. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ജനാധിപത്യ സംവിധാനത്തില് പോലീസിനെ ബഹുമാനിക്കേണ്ടടുത്ത് ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷെ പോലീസിന്റേതല്ലാത്ത പണിയെടുക്കുമ്പോ ആ പോലീസിനെ നേരിട്ട പാരമ്പര്യമുള്ള പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. ശ്രീ രാജേഷ്, ഒരുപക്ഷെ അവിടെ കൂടി നിന്ന പ്രവർത്തകർ കൈയടിക്കുമായിരിക്കും. അതിലപ്പുറം കേരളം കൈയടിക്കുമോ ഇതുപോലെയുള്ള വെല്ലുവിളികൾക്ക്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ, നിങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് അത്രയും ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിരത്തിലിറങ്ങി ഈ പ്രസംഗങ്ങളും ഈ വാചകമടിയും ഈ വെല്ലുവിളിയും? അദ്ദേഹം സഖാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി
സംസാരിച്ചതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതെ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കൃത്യമായ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. അതായത് പോലീസിൻ്റെ പണിയെടുത്താൽ പോലീസിൻ്റെതായ പണിയെടുക്കട്ടെ, പക്ഷേ അതിനെ പോലീസ് ഒരു ചട്ടുകമായി മാറിക്കൊണ്ട് ഭരണകൂടത്തിന് അനുകൂലമായി ഭരണകൂട ഭീകരതയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള സഖാക്കന്മാരെ വേട്ടയാടുക. ഭീകരത എന്നൊക്കെ പറയുന്നത് വലിയ അർത്ഥമുള്ള വലിയ മാനങ്ങളുള്ള വാക്കാണ്, വലിയ അർത്ഥമുള്ള വാക്കാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ വിഷയത്തിൽ SIT വന്നതിന് ശേഷം അറസ്റ്റിലായത് ആരാണ്? ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. ജിതിൻ ഭാസ്കറിന്റെ ഫോൺ, അതിന്റെ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ജിതിൻ ഭാസ്കർ ഇത് പ്രചരിപ്പിച്ചൊരു വ്യക്തിയാണെന്ന കാര്യത്തിൽ പോലീസിന് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിലൊക്കെ ഭരണകൂട ഭീകരത എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വിഷയമാണോ? ഈ ജിതിൻ ഭാസ്കറിന് ഇതിന് പങ്കുണ്ടെങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ, ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങട്ടെ. അതിന് ജില്ലാ സെക്രട്ടറി എന്തിനാണ് പുറത്തിറങ്ങി ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? ഇതിപ്പോ ഇഡി നേരത്തെ ശ്രീ MN കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് വന്ന് പാവപ്പെട്ട പ്രവർത്തകർ പ്രതിഷേധിച്ചു, ഇന്ന് അവർ ജയിലിൽ കിടക്കുകയാണ് ജാമ്യമില്ലാതെ. പക്ഷേ ഇഡി ചോദ്യം ചെയ്തു. അല്ല, അതിന് മറുപടി പറയാനുണ്ട്. കാരശ്ശേരി മാഷിന് മറുപടി പറയാനുണ്ട്. കാരശ്ശേരി മാഷിന്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ പറ്റത്തില്ല. കാരശ്ശേരി മാഷ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതായത് ജില്ലാ സെക്രട്ടറി ബഹുമാനായ സഖാവ് മെഹബൂബ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത്. ഈ ഭീകരത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളത് പറയേണ്ടി വരും? ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പകപോക്കലായി വരുമ്പോഴാണ്. ഈ തരത്തിൽ രാഷ്ട്രീയമായ പകപോക്കലുകൾ എത്രയോ നേരിട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് പോലീസ് അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടല്ലോ. ജിതിനെ പിടിച്ചിട്ടുണ്ട്. ജിതിനോട് ചോദ്യം ചെയ്യട്ടെ, അന്വേഷണം നടക്കട്ടെ. അവിടെ ഒന്നും നമ്മൾ അല്ല, അവിടെ ഒന്നും നമ്മൾ എന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. അതിനു മുൻപ് എന്തിനാ ജില്ലാ സെക്രട്ടറി തെരുവിലേക്ക് ഇറങ്ങുന്നത്? അല്ല, അതിൻ്റെ അകത്ത് പക്ഷപാതപരമായി ഈ പറയുന്ന SIT ഉപയോഗിച്ചുകൊണ്ട് സഖാക്കളെ വേട്ടയാടുന്ന ഒരു നില ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ അത് പറയേണ്ടി വരും. അത് രാഷ്ട്രീയമായി അങ്ങനെ തന്നെ അതിന് പറയേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരോട് പോലീസ് എന്നൊക്കെ പറഞ്ഞത് പോലീസൊക്കെ അവിടെ നിൽക്കും. പോലീസാണ് അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അന്വേഷണത്തോടെ നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെന്താ അവിടെ എവിടെയെങ്കിലും തടയുന്ന ഒരു നിലയുണ്ടായോ? എല്ലാ ഭരണത്തിലും പോലീസ് രക്ഷാപ്രവർത്തനം ചെയ്യുന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, പോലീസ് രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് മാത്രമല്ല, അവർ ചെയ്യട്ടെന്ന്. ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പക്ഷപാതപരമായ UDF ഗവൺമെന്റിന്റെ ചട്ടുകമായി ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ മാറിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ? അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് മാറിക്കഴിഞ്ഞെന്നുള്ളല്ലോ അദ്ദേഹം പറഞ്ഞത്. സന്ധി മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പക്ഷപാതപരമായി സഹാക്കളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് എന്തോ കേട്ടില്ല. എന്നോടാണോ? അല്ല, ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പ്രതികളല്ല എന്നൊരു വാദം CPM-നുണ്ടോ? 1. 2, സഹാക്കളെ വേട്ടയാടിയാൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കുറ്റവാളികളായി പോലീസ് എത്തിയിട്ടുണ്ടോ? അല്ല, അഡ്വക്കേറ്റ് വക്കീലെ, അതിനകത്ത് ഈ കുറ്റവാളികളായിട്ട് അവർ മാറിയിട്ടില്ലല്ലോ. കുറ്റവാളികളായിട്ട് മാറട്ടപ്പാ. എന്നിട്ട് നമുക്ക് കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം മാറട്ടെ. അവർ കുറ്റവാളികളായിട്ട് മാറി കോടതിയിൽ അത് CDR അടക്കം പോലീസിന്റെ കയ്യിലിരിക്കുക. എന്തോ പ്രതികളല്ല, ഭീകരന്മാർ എന്ന് വേണം പറയാനോമാരെ. വർഗീയ ഭീകരന്മാർ, തീവ്രവാദികൾ. നമ്മളിവിടുന്ന് പല വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് വേറെ വിഷയം. നമ്മൾ രാഷ്ട്രീയമായിട്ട് പല വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പം നിങ്ങൾ ഇപ്പോൾ റഹ്മാനെ കുറ്റപ്പെടുത്തി അങ്ങ് തന്നെയാണ് ഇപ്പം ഈ വർത്തമാനം പറഞ്ഞത്. ഇപ്പോൾ അവർ നാളെ കുറ്റവാളികളല്ലെങ്കിൽ അത് പിൻവലിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം വരും. രാഷ്ട്രീയമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ്. ഷാഫി പറമ്പിൽ ഈ പറയുന്ന ഉന്നതൻ ആരാണെന്ന് SIT-യോട് വെളിപ്പെടുത്തണം. രൂപീകരിച്ചു. അത് കണ്ടെത്താൻ SIT രൂപീകരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ അറസ്റ്റ് വന്നു. അപ്പൊ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിന് മുന്നിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് അന്നുണ്ടായത്. ആദ്യത്തെ അറസ്റ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച മുഹമ്മദ് കാസിം ഉണ്ട്. മുഹമ്മദ് കാസിം ഇതിൽ പ്രതിയേ അല്ല. പക്ഷെ മുഹമ്മദ് കാസിം യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു. പിടിയിലായി. അന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രചരണമാണ് ഇടതുപക്ഷം നടത്തിയത്? എത്ര കാർഡുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്? അപ്പോൾ അന്ന് ഷാഫി പറമ്പിലിനെതിരെ നടന്നത് ഗൂഢാലോചനയായിരുന്നില്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് ഷാഫിക്ക് പറഞ്ഞൂടെ? അല്ല, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടില്ലേ? താങ്കൾ സമ്മതിച്ചു? അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. അതെ, ഇത് ഷാഫി പറമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ഷാഫി പറമ്പിൽ എന്ത് വെളിപ്പെടുത്താത്തത്? അതല്ല ഞാൻ ചോദിക്കുന്നത്. വെറുതെ ഇങ്ങനെ പറയുന്നത് ഗൂഢാലോചനയുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നോക്കൂ, റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് കോടതിയിൽ പോയി പറയാണ് കേസ് തീർന്നു. എന്തുകൊണ്ട്? എങ്ങനെയാണ്
കുറ്റക്കാർ ആരും ഇല്ല. ഇത് വെറുതെ അങ്ങോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് ഉത്ഭവിക്കായിരുന്നു. ആ സ്ക്രീൻഷോട്ട് ഇതിലേക്കൊക്കെ ആരെങ്കിലും ഉണ്ടാക്കണ്ടേ, ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? ഈ അന്വേഷണത്തിലേക്ക് വരെ എത്തിയത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. ഏത് അന്വേഷണത്തിലേക്ക്? ആ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു, അന്വേഷണം നടക്കട്ടെ. പക്ഷേ കാരശ്ശേരി മാഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് പറയാതിരുന്ന് പോകുന്നത് ശരിയല്ല. ചരിത്രപരമായ അന്വേഷണമല്ല നടക്കുന്നത്. പുതിയ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം SIT രൂപീകരിച്ചു. ആ SIT ആണ്. അല്ല രാജേഷ്, അങ്ങേക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പൂർണ്ണമായി അവസാനിപ്പിക്കുകയും കോടതിയിൽ കേസ് അവസാനിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ്. എന്നാൽ UDF ഗവൺമെന്റ് കോടതിയിൽ മുഹമ്മദ് ഖാസിം പ്രതിയല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും FIR അവിടെ നിലനിൽക്കുകയാണ്. FIR ക്വാഷ് ചെയ്യാൻ മുഹമ്മദ് ഖാസിം ഇനിയും കോടതിയിൽ പോകണം. അത് തീർച്ചയായിട്ടും പോകണമല്ലോ, സ്വാഭാവികമായിട്ട് അതിന്റെ നടപടിക്രമം അങ്ങനെയല്ലേ. അതെന്തുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്? അതെന്തുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്? അത് അതിൻ്റെതായ നടപടിക്രമം അങ്ങനെയാണ്. അതിപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അപ്പം കാരശ്ശേരി മാഷ് പറഞ്ഞത് ചില കാര്യങ്ങളോടുള്ള ഒരു മറുപടി പറയാതിരിക്കുമ്പോൾ, കാരശ്ശേരി മാഷ് വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ലളിതമായിട്ടാണ്, എത്രമാത്രം അരാഷ്ട്രീയമായിട്ടാണ്, എത്രമാത്രം എന്താണ് അതിന് പറയാമെന്ന് പറയാൻ കഴിയില്ല, എത്ര ഉദാസീനമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ലെന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത് അല്ലേ? അത് എത്രയോ കാലമായി കാരശ്ശേരി മാഷ് തെരഞ്ഞെടുപ്പാനന്തരം LDFന്റെ തിരിച്ചടി. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപും പറഞ്ഞിരുന്നു. ആ MN കാരശ്ശേരി ചാനൽ ചർച്ചകളിൽ വന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെയാണ് CPMന് തെറ്റുകൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ പാർട്ടി യോഗങ്ങൾ ചേർന്ന് അതൊക്കെയാണ് തെറ്റ് പറ്റിപ്പോയതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്റെ അറിവിൽ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അത് തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് തീർത്തോട്ടെ. അത് ശരി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് കാരശ്ശേരി മാഷ് കണ്ടെടുക്കുന്നൊരു വീക്ഷണം എന്താണ്? അതിൽ നിന്ന് കണ്ടെടുക്കുന്ന വീക്ഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് ഒരു പാഠവും പഠിച്ചില്ലെന്ന്. അപ്പോൾ ഇതെല്ലാം അടിത്തട്ട് മുതലുള്ള ബ്രാഞ്ച് തലം മുതലുള്ള ചർച്ചകൾ, തെറ്റുകൾ, തിരുത്ത്, ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചറിയാം. പലതരത്തിലുള്ള വീഴ്ചകൾ, തിരിച്ചടികൾ, വിമോചന സമരകാലം മുതലുള്ള കാര്യങ്ങൾ. എന്താണിത് വസന്തിനുള്ള അവസരത്തിൽ പറയുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാനിത് അവസാനിപ്പിക്കാം, അല്ലാതെ ഞാനെന്താ പറയാനാ? അപ്പോൾ വലിയ തരത്തിലുള്ള വിമോചന സമരം പോലുള്ള വലിയ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുകയായിരുന്നു. അത് കുഴപ്പമില്ല. നമ്മൾ ഈ ചരിത്രം വീണ്ടും പറയുന്നതിൽ ഒരു ചളിപ്പുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബോറടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, വിമോചന സമരത്തിലൊക്കെ വലതുപക്ഷ ശക്തികളുടെ വലിയ ഏകീകരണം നടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടുകയും ഒക്കെ CMS ഗവൺമെൻറ്റിൻ്റെ താഴെ പോകേണ്ട അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല ബില്ലുകൾ പാസ്സാക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്നും ഉണ്ടാകുന്ന കേരളത്തിലെ രൂപീകരിക്കുന്ന വലിയ തിരിച്ചടികൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. അതിന് മുമ്പും പിമ്പും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള തിരിച്ചടികളിലൂടെയും തിരുത്തലുകളിലൂടെയുമാണ് ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ചരിത്രമാണ്. തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴത്തേനും മൊത്തം ഇടതുപക്ഷം തകർന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിനിപ്പം ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശ്രീ MN കാരശ്ശേരി കേരളത്തിൽ ഇടതുപക്ഷം തകർന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. MN കാരശ്ശേരി എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് കയറി പറയാതെ. അതായത് MN കാരശ്ശേരി മാഷ് ഇടതുപക്ഷം തകർണമെന്ന് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് വിമോചന സമരകാലം മുതലുള്ള 1957 മുതൽ ഇതുണ്ട്. അതിന്റെ ഒരു ഏകീകരണമാണ് 57 ചൂണ്ടിക്കാണിച്ചൊരു ഉദാഹരണം. ഇപ്പൊ ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നു. അന്ന് എന്തിനാണ് CPM പ്രവർത്തകർ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് നിന്റെ പ്രശ്നം. എനിക്ക് മനസ്സിലായില്ല. CPM ജയിലിലാണ്. വീണ കൈക്കണ്ടിൽ ജയിലിലാണോ? പിണറായി വിജയൻ ജയിലിലാണോ? ജോൺ ബ്രിട്ടാസ് ജയിലിലാണോ? V ശിവൻകുട്ടി ജയിലിലാണോ? അല്ലല്ലോ. അതെ, അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജാമ്യം കിട്ടാതെ ജയിലിലാണ്. എന്തിന്? ആർക്ക് വേണ്ടി? അപ്പൊ ജയിലെന്ന് പറയുന്ന ഒരു പ്രത്യേക അങ്ങനെയൊന്നുമല്ല. പിണറായി വിജയൻ സഖാവൊക്കെ നിരന്തരം ജയിൽവാസം അനുഷ്ഠിച്ച് പോലീസ് മർദ്ദനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. സ്വാതന്ത്ര്യ സമരം നേടിക്കൊടുത്തു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ എന്തുകൊണ്ടാണ് അവരുടെ അതിക്രമം നടന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുൻ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് ED അടക്കമുള്ള ആളുകൾ നമ്മൾ ആ തർക്കത്തിലേക്ക് പോകണ്ട.
ആര്യ ആ തർക്കത്തേക്ക് പോകണ്ട. ഞാൻ ഒരുപാട് തർക്കത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ ഞാൻ പോകുന്നില്ല. ശരി, അതിനെ ഞാൻ സംബന്ധിച്ച് താങ്കളിലേക്ക് തിരിച്ചു അല്ല വരാം. അല്ലല്ല അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം രക്തസാക്ഷികൾ എന്നുള്ള വാക്ക് ബലിദാനികൾ, അത് അവിടെ RSSകാരോട് പോയി പറഞ്ഞാൽ മതി. മാഷ് RSSൽ ജന്മഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ലേഖനമൊക്കെ വന്നായിട്ട് ഞാൻ കണ്ടായിരുന്നു, അത് വായിച്ചായിരുന്നു. മാഷിൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല ഞാനത് അല്ലല്ല സാന്ദർഭികമായിട്ട് പറയാം. ഈ ബലിദാനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അല്ലല്ല അത് മാഷ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. മാഷ് പറഞ്ഞ രക്തസാക്ഷികൾക്ക് പരം ബലിദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ വാക്കല്ലത്. ഓരോ വാക്കിനെ സംബന്ധിച്ചുള്ള അർത്ഥങ്ങളെ സംബന്ധിച്ചും വാക്കിൻ്റെ പിന്നിലുള്ള ചരിത്ര സ്ഥലികളെ സംബന്ധിച്ചും അതിന് പിന്നിൽ ഇരമ്പുന്ന ചരിത്രത്തെ സംബന്ധിച്ചും കാരശ്ശേരി മാഷ് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ പറയേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആര്യ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാരശ്ശേരി മാഷ് പറയുന്ന രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമല്ല. അത് ബലിദാനി എന്ന് പറയുമ്പോൾ അത് RSSകാരോട് പറയണം. ബലിദാനി എന്ന് രക്തസാക്ഷികൾ എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, ശ്രീ വസന്ത് സിറിയക്ക്, ഇതിപ്പം 2 വർഷമായി, 2024 നമ്മൾ നിൽക്കുന്നത് 2026 ഇതിന്റെ സ്രോതസ് ഇത് ആരുണ്ടാക്കി, ആരാണ് ഇതിന് പിന്നിൽ? പ്രചരിപ്പിച്ചവർ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും, പക്ഷെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ ഈ 2 വർഷത്തിനിപ്പുറം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ടോ? തീർച്ചയായും അന്വേഷണ സംഘത്തിന് അതുണ്ട്. കാരണം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇറയിലാണ് ഇപ്പോഴുള്ളത് ലോകമാകെ, പ്രത്യേകിച്ച് ഇന്ത്യയും കേരള പോലീസും ഒക്കെ. കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു കടത്തിൽ പറഞ്ഞാൽ അവരൊരു ഒബീഡിയൻറ്റ് ഡോഗാണ്. നല്ല യജമാനെ അനുസരിക്കുന്ന ഏറ്റവും മികച്ച ഹൈ ക്ലാസ് ഇനം ഡോഗ്സാണ് അവർ. അവരെ കൃത്യമായി കയറൂരി വിട്ടാൽ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ഇപ്പോൾ തൂഫാനും ഓപ്പറേഷൻ ടി ഹണ്ടും ഒക്കെ നമ്മൾ കാണുന്നില്ലേ, എത്ര കൃത്യമായാണ്. അതിനു മുമ്പ് എന്നും പഴികെട്ടുകൊണ്ടിരുന്ന കേരള പോലീസ് ഇപ്പോൾ എത്ര വൃത്തിക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന റെക്കോർഡും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുമ്പോൾ ഈ അന്വേഷണം ആരാണ് രൂപീകരിച്ചതെന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ് എന്നുകൂടി വ്യക്തമാവും. അന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകയ്ക്കായിരുന്നു അവിടുത്തെ PR-ൻ്റെ ഉത്തരവാദിത്വം. അതിനുശേഷം പിന്നീട് അവർ പൈസ കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാകുന്ന ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആ വാർ റൂമിൽ നിന്നാണോ ഇത് പുറത്തു വന്നത്? ഇനി നേരത്തെ രാജേഷ് വലിയ വായിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉത്തരവാദി ആരാണ്? വലിയ ഉന്നതനുണ്ട്, ഉന്നതനാണോ ഉന്നതയാണോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അതുകൂടി ഞാൻ ബാക്കി വയ്ക്കുകയാണ്. അത് പോലീസ് തെളിയിക്കട്ടെ. ഉന്നതയുടെ നിർദ്ദേശപ്രകാരമാണോ, അല്ല ഉന്നതയാണോ എന്ന് കൂടി അറിയണം. ആ പ്രശ്നമുണ്ട്. ഉന്നതയാണോ അതിന് നിർദ്ദേശം കൊടുത്തത് എന്നത് കൂടി അറിയണം. അത് പോലീസ് അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണി ഏൽപ്പിച്ച് SIT ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവർ ആദ്യത്തെ 1-2 അറസ്റ്റുകൾ നടത്തിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് ഓൺ ഹാൻഡ് ഇൻഫർമേഷൻ കേരളത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ ഇടതുപക്ഷം ഒന്ന് ആരെയും പറഞ്ഞു, ഞാൻ ആരെയും കൂടെ തിരുത്താൻ താല്പര്യപ്പെടുകയാണ്. ഈ CPM ഒന്നും ഇടതുപക്ഷമല്ല. എന്ത് ഇടതുപക്ഷം? 4 വോട്ടിന് വേണ്ടി വർഗീയ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നവരാണോ ഇടതുപക്ഷം? മലപ്പുറത്തെ പോലെ ഒരു ജില്ലയെ അവഹേളിച്ചിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ കാറൊക്കെ നടത്തുന്നതാണോ ഇടതുപക്ഷം? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നവരാണോ ഇടതുപക്ഷം? അവിടെ കയറാൻ വിശ്വാസികളായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം കൊടുത്ത ശേഷം ആ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ നിർബന്ധിച്ച് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ണും കെട്ടി ശബരിമലയിൽ കയറ്റുന്നതാണോ ഇടതുപക്ഷം? അതാണോ ഇടതുപക്ഷ ആശയധാര? അല്ലല്ലോ. ഇടതുപക്ഷ ആശയധാരയുമായി യാതൊരു, ഇപ്പോൾ ഈ പാലിൻ്റെയും മോരിൻ്റെയും ബന്ധം പോലും ആർക്കില്ല, CPM-നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയണ്ട, CPM എന്ന് പറയുന്നതായിരിക്കും ശരി. CPM കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ, ഞാൻ നേരത്തെ കാരശ്ശേരി മാഷ് അത് കോട്ട് ചെയ്തു. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് CPM നടത്തി വരുന്ന അവസാന ഘട്ടത്തിലെ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് പരിപാടിയുണ്ട്. അത് ഈ തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു. ഡോക്ടർ ജോസഫിൻ്റെ എന്തോ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്നത് അതൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ആ കേസിൽ എന്താണ് മുമ്പോട്ട് പോകാൻ സാധിച്ചത്? പിന്നീട് എറണാകുളത്ത് തന്നെ മറ്റൊരു ലേഡി നേതാവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഇത് സൈബർ ആക്രമണം ഉണ്ടാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലേ? ഏതെങ്കിലും UDF-കാർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ഒരു പുകമറ സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ചകളിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. എന്നിട്ട് ആ പുകമറ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലാഭം ഊറ്റിയെടുക്കുക എന്നുള്ള പോളിസിയാണ് CPM പഠിച്ചു വെച്ചിരിക്കുന്നതും ചെയ്തു വരുന്നതും. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം,
ഇവരിത് നടത്തിയിട്ട് ഒരിടത്തും ഇവർ വിജയം കണ്ടിട്ടില്ല. ഇപ്പോൾ കാരശ്ശേരി മാഷും അത് സൂചിപ്പിച്ചു, ആര്യ അത് പറഞ്ഞു. ഇപ്പോൾ ഈ വടകരയിലാട്ടെ അല്ലെങ്കിൽ തൃക്കാക്കരയിലാട്ടെ പുതുപ്പള്ളിയിലാട്ടെ ഒരു സ്ഥലങ്ങളിലും ഇവർ ഈ പറയുന്ന ഈ പണി നടത്തിയിട്ട് ഇവർക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നേ. പിന്നെയും എന്താണ് ഇവർ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് രാജേഷ് പറഞ്ഞു ഞങ്ങൾ തിരുത്തുന്നവരാണ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഞങ്ങൾ തിരുത്തുന്നവരാണ് അത്രയും. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വെള്ളാപ്പള്ളി ഗണേശനെ കാറ് കയറ്റിയത് ശരിയായില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി യോഗം അവലോകനം നടത്തിയത്. പിന്നീട് അതിൻ്റെ പിറ്റേ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറയാണ് അതിൻ്റെ അകത്ത് കുഴപ്പമില്ലെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണേ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സിനിമ ഡയലോഗ്? അതുപോലെ ഇവരെവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? നിങ്ങളാണോ തിരുത്തുന്നവരായി മാറുന്നത്? നിങ്ങളാണോ ശബരിമല കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ട പത്മകുമാറിനെ സംരക്ഷിച്ചതാണ് പാർട്ടി തോൽവിയിലേക്ക് പോകാൻ കാരണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിംഗ് നടത്തിയതിനു ശേഷം അതേ പത്മകുമാറിനെ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ MN കാരശ്ശേരി, നമ്മൾ തുടക്കത്തിൽ AR റഹീമിന്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹം വളരെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ആവർത്തിച്ച് കേരള സമൂഹത്തോട് പറയുന്നു ഷാഫി പറമ്പിൽ ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണെന്ന് പറയുന്നുണ്ട്. DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്, രാജ്യസഭാ MP ആണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വിരൽ ചൂണ്ടുന്നത് ശരിയാണ്, കുറ്റാരോപിതർ മാത്രമാണ്. CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറ്റം തെളിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ DYFI CPM നേതാക്കളാണ്. പക്ഷെ ഇപ്പോഴും പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി എന്ന് പറഞ്ഞതിന് ഒരു തെളിവ് ഇല്ല. അത് തെറ്റായി പോയി എന്നൊരു വാചകമില്ല, ഒരു ഖേദപ്രകടനമില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പോകുന്നത്? ആര്യ, ഞാൻ അതിന് മറുപടി പറഞ്ഞതിന് മുമ്പേ ശ്രീ രാജേഷിനോട് 1-2 കാര്യങ്ങൾ പറയാം. അദ്ദേഹം പറയുന്നത് രക്തസാക്ഷി എന്നുള്ള വാക്ക് CPM-നും ബലിദാനി എന്നുള്ള വാക്ക് RSSകാർക്കും പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിചാരിക്കാത്തൊരു മലയാളിയാണ് ഞാൻ. അപ്പോൾ ബലി എന്നുള്ള വാക്ക് ഒരു പൊതുവായ വാക്കാണ്. പിന്നെ ഈ വാക്കുകളൊന്നും ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ രക്തസാക്ഷി എന്താ പറയുക, മുസ്ലിം ലീഗുകാരുടെ, BJPക്കാരുടെ, വേറെ സോഷ്യലിസ്റ്റുകളുടെ. അപ്പോൾ രക്തസാക്ഷി എന്ന് ഒരു കൂട്ടർ പറയും, വേറെ കൂട്ടർ ബലിദാനി എന്ന് പറയും. അത് മാറി പറഞ്ഞാൽ ഒരു തരക്കെടുമില്ല. ഇപ്പോൾ ബലികുടീരങ്ങൾ എന്നുള്ള വയലാറിൻ്റെ പ്രസിദ്ധമായ പാട്ട് പാടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, CPIക്കാരും CPMകാരുമാണ് പ്രധാനമായിട്ട് ആ പാട്ട് പാടുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല, ജന്മഭൂമി പത്രത്തിൽ ഞാൻ എഴുതാത്തൊരു ലേഖനം എൻ്റെ പേരിൽ വന്നിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പത്രാധിപർ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്, ഈ കാര്യത്തിൽ ഞങ്ങൾ വായനക്കാരോടും കാരശ്ശേരിയോടും മാപ്പ് ചോദിക്കുന്നു, അദ്ദേഹം എഴുതിയതല്ല ലേഖനം എന്ന് കുറിപ്പ് ഇട്ടിരുന്നു. ആ കുറിപ്പ് അദ്ദേഹം രാജേഷ് കാണാതെ പോയതാണെങ്കിൽ ദയവായിട്ട് രാജേഷ് തിരുത്തുക. അല്ല, മനഃപൂർവ്വം പറഞ്ഞാണെങ്കിൽ പിന്നെ ആരോപണത്തിന്റെ കാര്യം എനിക്കില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? ഓക്കെ അല്ല, താങ്കൾ കണ്ടിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ. താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ കാരണം പത്രാധിപർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതാത്തൊരു ലേഖനമാണ് നിങ്ങൾ എൻ്റെ പേരിൽ കൊടുത്തത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് തിരുത്തി ക്ഷമ പറയണം എന്ന് പറഞ്ഞ് അവരത് ചെയ്തു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ആലോചിച്ച് നോക്കൂ രാജേഷ്, വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കൊലക്കേസ് ഉണ്ടായി. വിമാനത്തിനകത്ത് ഒരു വ്യക്തിക്ക് നഖം വെട്ടിയായിട്ടോ ഒരു കുപ്പി വെള്ളമിട്ടോ കയറാൻ പറ്റില്ല. അത്ര സുരക്ഷയുള്ളൊരു സാധനമാണ് വിമാനം എന്ന് പറയുന്നത്. അവിടെ കരിങ്കൊടി കാണിച്ച 2 യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് കൊലക്കേസ് പ്രതികളായിട്ട് എത്രയോ ആഴ്ചകൾ റിമാൻഡിൽ തടവിലിട്ടത്. 4 കൊല്ലം ആ കേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് 30 പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ചൊടിച്ചു എന്നൊക്കെ പറയുന്നത് ആരാ? ആക്രമിച്ചു എന്ന് ആദ്യം പറഞ്ഞത്, കേരളത്തോട് പറഞ്ഞത്, അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞത് നിയമസഭാ സ്പീക്കറാണ്. പിന്നെ അതിലിടപെടുന്നത് മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് ഞാനീ പറഞ്ഞ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നൊക്കെ പറഞ്ഞത് CPM-ന്റെ സമുന്നതനായ നേതാവ് സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. ഈ തരത്തിൽ കള്ളക്കേസുകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കള്ളം പറയുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് വന്നിരിക്കാൻ. അത് കോൺഗ്രസ്സുകാർ കള്ളം പറയുന്നില്ല എന്നോ UDFകാർ കള്ളം പറയുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. 10 കൊല്ലം കേരളം ഭരിക്കുമ്പോൾ ആ ഭരണപക്ഷത്തിന് കള്ളം പറഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പോലീസ് കുടുങ്ങിപ്പോകും. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. പോലീസിൻ്റെ പണിയെടുക്കണം, മറ്റേ പണി എടുക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. അതായത് ഒരു പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കരുത്.
നവകേരള യാത്ര പോയപ്പോൾ എന്താണ് നടന്നത് നമ്മൾ TV-യിൽ കണ്ടതാണല്ലോ. അവിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും പോലീസുകാരും ഗവൺമെന്റ്മാരും DYFIക്കാരും തല്ലിച്ചതിക്കാണ്. അതിൻ്റെ കേസാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഒരു മലയാള വാക്കുണ്ടായി. സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കെ പല സ്ഥലത്തും കരിങ്കൊടി കാണിച്ച, കറുത്ത കുപ്പായമിട്ട, കറുത്ത മുഖപടമിട്ട ആളുകളെ ആക്രമിച്ചു. അത് നമ്മൾ കണ്ടതാ. പോലീസും കൂടി ഉണ്ട് ആക്രമണത്തിൽ. ഇതൊക്കെ കണ്ടും കേട്ടും മറക്കാൻ കഴിയാത്ത ഒരു ജനത കേരളത്തിലുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയുന്നതാണ്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഭരണത്തിന് CPM ഒന്നും പഠിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇപ്പോഴും പറയാണ്. 13 മന്ത്രിമാര് തോറ്റ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോൾ എന്താ പഠിച്ചത്? പഠിച്ചെങ്കിൽ ആദ്യം, എൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്, MV ഗോവിന്ദൻ മാഷ് ആദ്യം രാജിവെക്കണം. രണ്ടാമത് അന്ന് 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം. ഇതൊക്കെയാണ് രാഷ്ട്രീയ മര്യാദയായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചതും കണ്ടതും മനസ്സിലാക്കുന്നത്. ഇപ്പൊ തെറ്റുപറ്റി, ആർക്കാണ് തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയ ആളില്ല. പിന്നെ എന്താ, എങ്ങനെ തിരുത്തുക? തെറ്റ് അംഗീകരിച്ച് ഇന്നതാണ് തെറ്റുപറ്റിയത്, ഞങ്ങൾ തിരുത്താം, ഇന്നമാതിരി തിരുത്താം എന്ന് പറയുമ്പോഴാണ് തിരുത്ത്. ആ തിരുത്താണോ കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ വാക്യം? അത് ആലോചിച്ചാൽ മതി. ഇഡിക്കാരോട് കാണിച്ചത് ആ തിരുത്താണോ? ഈ അക്രമം, അതായത് ബലപ്രയോഗം, ജനാധിപത്യമല്ല. എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് 2 വർഷം മുൻപ് നടന്ന സംഭവമാണ്. 2 വർഷത്തിനിപ്പുറം ഒരു പുതിയ അന്വേഷണ സംഘം വരുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു. നമുക്കറിയേണ്ടത് കേരളത്തിന്റെ മതേതര മനസ്സിനെ വിഭജിക്കാൻ ശ്രമിച്ചത് ആരാണ്? അത് കഴിഞ്ഞ് പേരാമ്പ്രയിലും സമാനമായ സംഭവം ആവർത്തിച്ചു. പക്ഷെ ഇവിടെയൊന്നും കേരളം വീണില്ല, കേരളം തളർന്നില്ല, കേരളം ആ വിഭജന ശ്രമത്തിന്റെ ഒപ്പം നിന്നില്ല. ഇനി അറിയേണ്ടത് ഇതിന് പിന്നിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് ഒരു ഉറവിടം ഉണ്ടാകുമല്ലോ. SITക്ക് ആ ഉറവിടത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.